ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നിഴൽ പറ്റി പ്രവർത്തിക്കുന്ന ഡൽഹി പോലീസിന് സുപ്രീം കോടതിയിൽ നിന്നും കിട്ടിയത് ചരിത്രത്തിലെ ഏറ്റവും വലിയ അടിയാണ്. ജനങ്ങളുടെ ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളെ ചോരയിൽ മുക്കിക്കൊല്ലാൻ ഇറങ്ങിത്തിരിച്ച കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും അമിത്ഷായ്ക്കും സുപ്രീം കോടതി നൽകിയ കനത്ത തിരിച്ചടി രാജ്യത്തെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ്. CJPയുടെ പാർലമെന്റ് മാർച്ചിന് നേരെ ഡൽഹി പോലീസ് അഴിച്ചുവിട്ട ക്രൂരമായ നരനായട്ടിന് പകരം ചോദിച്ചിരിക്കുകയാണ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച്. പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് നടത്തിയ മൃഗീയമായ ആക്രമണങ്ങളിൽ സ്വതന്ത്രാന്വേഷണം വേണം എന്ന് തന്നെയാണ് പരമോന്നത കോടതി കടുപ്പിച്ചു പറഞ്ഞിരിക്കുന്നത്. അതെ, BJP സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം നിയമം കയ്യിലെടുത്ത പോലീസുകാരെയും അവരെ നിയന്ത്രിക്കുന്ന ഭരണാധികാരികളെയും കോടതി തുറന്നു കാട്ടിയിരിക്കുന്നു. പ്രകോപനമില്ലാതെ ഒരു യുവതിയെ പോലീസ് അടിച്ചു തകർത്തു. പല്ലറ്റ് പ്രയോഗത്തിലൂടെ വെറും 19 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന്റെ ഒരു കണ്ണിന്റെ കാഴ്ച എന്നേക്കുമായി ഇല്ലാതാക്കി. ഈ രാജ്യത്തിന്റെ ചരിത്രത്തിലില്ലാത്ത വിധം മുള്ളുകളുള്ള ലാത്തികളും ഇലക്ട്രിക് ബാറ്റനുകളും ഉപയോഗിച്ച പൗരന്മാരുടെ ജീവനെടുക്കാൻ ശ്രമിച്ച ഡൽഹി പോലീസിന്റെ ക്രൂരത കോടതിയിൽ തുറന്നു കാണിക്കപ്പെട്ടു. ഇത്രയും ക്രൂരത കാട്ടാൻ അമിത്ഷായുടെ കീഴിലുള്ള ഡൽഹി പോലീസിന് ആരാണ് അധികാരം നൽകിയതെന്ന ചോദ്യം ഈ രാജ്യത്ത് അലയടിക്കുകയാണ്. മാധ്യമപ്രവർത്തകർക്ക് നേരെ ആക്രമണം, യൂണിഫോമിൽ അല്ലാത്ത ഗുണ്ടകളെ വിട്ട് പ്രതിഷേധക്കാരെ തല്ലിച്ചതയ്ക്കൽ, ഇതാണോ അമിത്ഷാ പോലീസ് ഭരണം? യൂണിഫോമോ ബാഡ്ജോ ഇല്ലാത്ത അമിത്ഷായുടെ ഗുണ്ടാപ്പടയെ പോലെ പ്രവർത്തിച്ച ആളുകൾക്ക് സംരക്ഷണം കൊടുത്തത് ഒരു പോലീസ് കോൺസ്റ്റബിൾ ആണ് എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ പ്രമുഖ അഭിഭാഷകൻ ഗോപാൽ ശങ്കർ നാരായണൻ കോടതിയെ അറിയിച്ചത്. ബീഹാറിൽ പ്രതിഷേധക്കാർക്ക് നേരെ AK-47 തോക്ക് ചൂണ്ടിയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. മുൻ ചീഫ് ജസ്റ്റിസിന്റെ നേതൃത്വത്തിൽ ഒരു സമിതിയെ വെച്ച ഈ ആക്രമണങ്ങളെ കുറിച്ച് അന്വേഷിക്കണമെന്നാണ് ഹർജിക്കാരന്റെ ആവശ്യം. ജനാധിപത്യ രാജ്യത്ത് പ്രതിഷേധിക്കുന്ന കുഞ്ഞുങ്ങളെയും യുവതികളെയും തടങ്കലിലാക്കിയ മോദി അമിത്ഷാ കൂട്ടുകെട്ടിന് കോടതി നൽകിയ മറ്റൊരു തിരിച്ചടിയാണ് കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കാനും 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഉടൻ വിട്ടയക്കാനുമുള്ള നിർദ്ദേശം. കോടതിയിൽ ഈ വൻ തിരിച്ചടി നേരിട്ടതോടെ ഡൽഹി പോലീസിന്റെ ഭരണം കൈയാളുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് ഒരു നിമിഷം പോലും ആ കസേരയിൽ തുടരാൻ അർഹതയില്ല. അതുകൊണ്ട് തന്നെ പാർലമെന്റ് ഇന്ന് അക്ഷരാർത്ഥത്തിൽ അണപൊട്ടിയിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ജനങ്ങളുടെ അവകാശത്തെ അടിച്ചമർത്താൻ നോക്കിയ അമിത്ഷാ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെയും പ്രതിപക്ഷത്തിന്റെയും MP-മാർ പാർലമെന്റിൽ വൻ മുദ്രാവാക്യ വിളികളും പ്രതിഷേധങ്ങളുമാണ് കാഴ്ചവെച്ചത്. പാർലമെന്റ് ഇരുസഭകളും അമിത്ഷായുടെ രാജിക്കായി മുറവിളി കൂട്ടുകയാണ്. ഭരണഘടന ഉറപ്പു നൽകുന്ന പ്രതിഷേധിക്കാനുള്ള അവകാശത്തെ ചോരയിൽ മുക്കിക്കൊല്ലാൻ നോക്കിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി മാപ്പ് പറഞ്ഞ് രാജിവെക്കാതെ പ്രതിപക്ഷം പിന്നോട്ടില്ല. സുപ്രീം കോടതിയുടെ ഈ ചോദ്യങ്ങൾക്ക് അമിത്ഷായുടെ മുഖത്തേറ്റ ഏറ്റവും വലിയ അടിയായിരുന്നു ഇത്. പെലറ്റ് ഉപയോഗിച്ച ഒരു ചെറുപ്പക്കാരന്റെ കണ്ണ് കളഞ്ഞപ്പോൾ, യുവതിയെ തല്ലിച്ചതച്ച് ICUവിലാക്കിയപ്പോൾ, മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചപ്പോൾ അമിത്ഷാ വിചാരിച്ചത് ഈ രാജ്യത്ത് നിയമവും നീതിയും ചത്തുപോയി എന്നാണ്. വിരട്ടലും ഭീഷണിയും കൊണ്ട് ജനങ്ങളുടെ ശബ്ദം അടയ്ക്കാമെന്ന് കരുതേണ്ട. കോടതി വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞു. നിയമം കയ്യിലെടുക്കുന്നവരെ നിയമപരമായി തന്നെ കൈകാര്യം ചെയ്യും. ജനങ്ങളുടെ വ്യക്തിവിവരങ്ങൾ പുറത്തുവിടരുതെന്നും കടുത്ത നടപടികൾ പാടില്ല എന്നും കോടതി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ കസേരയിൽ തുടരുവാൻ അമിത്ഷാ ഇനി നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? ഭരണഘടന വിരുദ്ധമായിട്ട് പോലീസിനെ സ്വന്തം ഗുണ്ടാപ്പടയാക്കി മാറ്റിയ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉടനടി രാജിവെക്കുക തന്നെ വേണം. അതാണ് ജനങ്ങളുടെ ആവശ്യം, അതാണ് ഈ രാജ്യത്തിന്റെ ആവശ്യം.